ഹലോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു എക്സ്പ്ലോഷൻ ബോക്സ് ട്യൂട്ടോറിയലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതിനായിട്ട് ഞാൻ 27 സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, സ്ക്വയർ ഷേപ്പിൽ തന്നെ. എന്നിട്ട് അതിൽ നമ്മൾ 9 സെൻറ്റിമീറ്റർ അളവിൽ 9 സ്ക്വയേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഭാഗത്തും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കി കാണിച്ചു തരാം. കട്ട് ചെയ്ത ഭാഗത്താണ് ഞാൻ മടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് കറക്റ്റ് അളവെടുത്ത് വരയ്ക്കാനും കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെയിം അളവിൽ തന്നെ 27 സെൻറ്റിമീറ്റർ അളവിൽ തന്നെ വേറെ റെഡ് കളറിലുള്ള ഒരു പേപ്പർ എടുക്കാം. ഇത് വേറൊരു ടൈപ്പ് പേപ്പറാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത്. ബാക്കിൽ വൈറ്റ് കളറാണ്. ഇതിൻ്റെ റേറ്റും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നേരെ ഹാഫാക്കി മടക്കി ഞാൻ ഹാർട്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഹാർട്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ ഡ്രസ്സുമ്പോഴൊക്കെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ ഗ്ലൂ ഇല്ലേ, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഇതേപോലെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ എഴുതിയിട്ടുണ്ട്. ഇത് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് ഉണങ്ങാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൂടി ഉണ്ടാക്കണ്ടേ, അതുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 16 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിൽ ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 3 സെൻറ്റിമീറ്റർ ആണ് ചെറിയ സ്ക്വയർ, നടുവിലത്തെ സ്ക്വയർ 10 സെൻറ്റിമീറ്റർ ആണ് 4 സൈഡും. ഈ ഒരു അളവിലാണ് നമ്മളിത് വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഈ 4 മൂലകളും ഇതേപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. സാധാരണ നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം വേണമെന്നുള്ളൂ അതൊന്ന് ഉണങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഷി ടേപ്പ് എടുത്തിട്ടുണ്ട്, റെഡ് കളറിലുള്ളത്. അത് ഇതിൻ്റെ 4 സൈഡിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. കണ്ടില്ലേ, നമ്മൾ വാഷി ടേപ്പ് ഒട്ടിച്ചപ്പോൾ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ബേസ് റെഡിയായി. ഇനി മറ്റേ ഭാഗം ദാ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ ഞാനൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിലുള്ളത് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നേരെ ബാക്കിലോട്ട് പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത പാട് അവിടെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ പാടിൽ കൂടി തന്നെ കറക്റ്റായിട്ട് നമ്മളിത് വെട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഇതേപോലെ വെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെയാണ് ഇത് മടക്കേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ടിലും നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളറുള്ള സാറ്റിൻ റിബൺ ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടാക്കിയല്ലോ നമ്മൾ, അതിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സാറ്റിൻ റിബൺ നമുക്ക് വെച്ചിട്ട് ഒരു ബോ പോലെ കെട്ടി കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഭംഗിയിലൊന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ എക്സ്പ്ലോഷൻ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു.
ഇനി ഈ ഭാഗം ഒന്ന് ഭംഗിയാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഇതേപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ കയ്യിൽ, അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കടലാസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 ഫ്ലവേഴ്സ് ഇവിടെ ഒട്ടിക്കുന്നുണ്ട്, പിന്നെ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡിയായി. ഇതിലിപ്പോൾ ഞാനൊന്നും ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരും ഒന്നിച്ചിട്ടുള്ള നല്ല ഓർമ്മകളെ ഫോട്ടോസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിതിൽ ഒട്ടിക്കാം, അവരെ വിഷ് ചെയ്യാം. അങ്ങനെ അതിനുള്ള ഒരുപാട് സ്പേസ് നമ്മൾ ഈ ഒരു ബോക്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വാലന്റൈൻസ് ഡേ തന്നെ വരണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റാൻ വെച്ചാൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, പറയാനുള്ളതോ അല്ലെങ്കിൽ ഇനി എന്ത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.